ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. എൻ്റെ 6th സെമ്മിൻ്റെ എക്സാം നടക്കുമായിരുന്നു. ഇപ്പോൾ തിയററ്റിക്കൽ എക്സാംസൊക്കെ കഴിഞ്ഞു. ഇനി പ്രാക്ടിക്കൽ എക്സാം കൂടി ഉണ്ട്. പ്രാക്ടിക്കൽ എക്സാം ഇനി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ഞാൻ ഒന്നെങ്കിൽ രാവിലെ നടക്കാൻ പോവും, അല്ലെങ്കിൽ രാത്രി നടക്കാൻ പോവും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ട് ഒരു മോർണിംഗ് വാക്കൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ ഒരു പാടമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോയി നിൽക്കാനും ഈ സൺറൈസൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില ദിവസങ്ങളൊക്കെ വൈകുന്നേരം പോയി നിൽക്കും. വൈകുന്നേരം പോയാലും നല്ല രസമാണ് കാണാൻ. ഇവിടെ അടുത്ത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ മോർണിംഗ് എന്താണെന്ന് അറിയില്ല, അധികം ആൾക്കാരെയൊന്നും കാണാറില്ല. അപ്പോൾ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്കിതുപോലെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള പ്ലേസിലൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലത്തെ ഈ ഒരു ടൈം ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ നടന്ന് വീട്ടിലേക്കൊക്കെ എത്തി. അപ്പോൾ രാവിലെ കോഫിയുടെ കൂടെ കഴിക്കാനായിട്ട് ബ്രെഡായിരുന്നു. ബ്രെഡ് സ്റ്റൂ ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോമോസും പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാട്ടർമെലൺ ആണെങ്കിൽ വീട്ടിലിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ടർമെലൺ ജ്യൂസും മോമോസും ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ മോമോസ് ഉണ്ടാക്കാനുള്ള മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് പൊടിയൊക്കെ എക്സ്ട്രാ ഇട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അരിയുണ്ട്. പിന്നെ ചോപ്പ് ചെയ്ത ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സോയാ സോസും കൂടെ ഒഴിക്കണം. പിന്നെ അവസാനമായിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. ഇതിനി വട്ടത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് പരത്താൻ പാടായതുകൊണ്ട് ഞാൻ പത്തിരി പരത്തുന്ന ഒരു സാധനം കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഇളകിപ്പോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എല്ലാം ആ ഒരു രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ മയണൈസും റെഡിയാക്കിയിട്ടുണ്ട്. ഈ മയണൈസ് ഹെൽത്തി മയണൈസാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളെ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് വറപൊരി ഐറ്റംസൊക്കെ കുറച്ചു. മോമോസ് ആണെങ്കിലും പുഴുങ്ങിയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോഡിക്ക് ഒരുപാട് അൺഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയൊരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടികളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ടേബിളൊക്കെ ഭയങ്കര അലങ്കോലമായി. അപ്പോൾ ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര കാറ്റൊക്കെയാണ്. മഴയില്ല, പക്ഷേ ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റ്. അപ്പോൾ എനിക്ക് ഈ ഒരു വൈബൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു വൈബിൽ എന്തെങ്കിലും വരച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ അനിയത്തിയുടെയിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ഇരിക്കണ്ടായിരുന്നു. അവൾ ഒരു വർഷം മുന്നേ മേടിച്ചതാണ്. അവളിങ്ങനെ ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ അവളുടെ കാലൊക്കെ പിടിച്ച് ഞാൻ ചോദിച്ച് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിചാരിച്ചത് ഭയങ്കര എളുപ്പമായിരിക്കും, ചുമ്മാ ഇതിലൂടെ അങ്ങ് വരച്ചു കൊടുത്താൽ പോരെ, സിമ്പിൾ പരിപാടിയൊക്കെ ആണല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വരച്ചു തുടങ്ങിയപ്പോഴാണ് അത്ര സിമ്പിളല്ല, നല്ല പാടുണ്ടെന്ന് മനസ്സിലായി. പണ്ടാണെങ്കിൽ ഞാൻ കുറേയൊക്കെ വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ കുറേ വർഷമായിട്ട് അങ്ങനെ വരയ്ക്കാറൊന്നും ഉണ്ടായില്ല. അതിനുള്ള സമയമൊന്നും കിട്ടാറും ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടച്ച് കിട്ടാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിലും എങ്ങനെയൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ട്. അത് പെർഫെക്റ്റ് ഒന്നുമല്ല. വീഡിയോ 2x ഇട്ട് കാണുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ റിയലായിട്ട് അത്ര രസമൊന്നും ഉണ്ടായില്ല. നല്ല പാടുപെട്ടാണ് ഞാൻ വരച്ചത്. ഇനി അടുത്തത് പെയിൻറ്റിംഗ് ആണ്. വരയ്ക്കണത് പിന്നെയും കുഴപ്പമുണ്ടായില്ല. പക്ഷേ പെയിൻറ്റിംഗ് ആണ് എനിക്ക് ഭയങ്കര ഒരു പാടായിട്ട് തോന്നിയത്. ആദ്യം തന്നെ ആ റെഡ് അടിക്കണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം റെഡ് അടിച്ചപ്പോൾ എന്തോ ഒരു ഭംഗിക്കുറവ്. പിന്നെ പച്ച കൂടെ അടിച്ചപ്പോൾ അതിൻ്റെ ഉള്ള ഭംഗി കൂടെ പോയ പോലെ തോന്നി.
പിന്നെ ഞാൻ കണ്ണി കണ്ട എൻ്റെ കയ്യിലുള്ള കിട്ടിയ എല്ലാ കളറും എടുത്തങ്ങ് അടിച്ചു. അങ്ങനെ ഭംഗിയൊന്നും നോക്കാൻ പോയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് കുറച്ചൊക്കെ തെറ്റിപ്പോയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനി വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷനൊക്കെ ആക്കിയിട്ട് വരയ്ക്കണം. ഇപ്പം എന്തായാലും ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് വര കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലുക്ക് വന്നത് ദേ ഇങ്ങനെയാണ്. അത്ര പെർഫെക്ഷനൊന്നുമില്ല, പക്ഷേ ഞാൻ വിചാരിച്ചത്ര മോശമായിട്ടില്ല. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്തത് വരയ്ക്കുമ്പോൾ ഇതിലും അടിപൊളിയായിട്ട് വരയ്ക്കാം. ഇപ്പോൾ രാത്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഞാൻ സാധാരണ ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ ടി വി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ലാപ്ടോപ്പിലൊക്കെ കണ്ടിട്ടായിരിക്കും ഫുഡ് കഴിക്കുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡ്രാമ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണാമല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.